സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവജനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസി റോസലിൻ ആന്റിയെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്റെ മറ്റ് അഡ്മിന്മാരെ എല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ ഹല്ലേലൂയ കർത്താവിനുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു തിരുവചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ പല ഫോൺ കോളുകളും എനിക്ക് വരുവാനൊക്കെ ഇടയായിത്തീർന്നു. പലരും ഹല്ലേലൂയ വിശ്വാസത്തിൽ വന്നവരല്ല, പെന്തക്കോസ്തുകാരല്ല. ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവത്തിന്റെ വചനം ഇതിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ അനേകർ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. അനേകർക്ക് അത് ആശ്വാസമായി തീരുന്നുണ്ട്. പലർക്കും വിശ്വാസമായി തീരുന്നുണ്ട്. കാരണം ഇത് സത്യവചനമാണ്. സത്യവേദ പുസ്തകത്തിൽ നിന്നുള്ള മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന വചനങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് പലരും വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ അവരുടെ പ്രയാസങ്ങൾ കേൾക്കുവാനും ഒക്കെ ആയിട്ട് നമ്മെ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ആ സ്തോത്രം ഞാൻ ഈ വചനം വായിക്കാൻ കർത്താവ് ശരണപ്പെടുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തത് ആർക്ക് എന്നുള്ള ഹല്ലേലൂയ ഒരു ചിന്തയാണ്. സ്തോത്രം. അവനെ കൈക്കൊണ്ടവർക്ക്. ഹല്ലേലൂയ. അവനെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ യേശുക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവർക്ക് ഹല്ലേലൂയ അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പിന്നെയോ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ മക്കളാകുവാൻ ദൈവം അനുവാദം കൊടുത്തു. ഹല്ലേലൂയ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബിന്ദു സിസ്റ്ററെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. രാത്രിയിലെ ആലോചന ഹല്ലേലൂയ സിസ്റ്റർക്കുള്ളതാണെന്ന് ഏറ്റെടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ അതങ്ങ് ഏറ്റെടുക്കണം. ബലപ്പെടണം. ഹല്ലേലൂയ. ബലം വരട്ടെ. ഹല്ലേലൂയ. എന്താ ഹല്ലേലൂയ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ ഒരു മനുഷ്യൻ പോലും അതിൽ നിന്ന് ഒഴിവില്ല കേട്ടോ. ഹല്ലേലൂയ. ഏവർക്കും സ്തോത്രം. ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും, എല്ലാ ജാതി, കുലം, മതം ഹല്ലേലൂയ സകലതും ഹല്ലേലൂയ ദൈവത്തിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ സകല ജാതിയിലുള്ളവരെയും യേശു ക്രിസ്തു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വചനം തുടർന്ന് നമുക്ക് പഠിക്കുമ്പോൾ അറിയുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ലിനു ജോർജ് സിസ്റ്റർ, നിങ്ങളൊക്കെ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്ത് നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന റോസലിൻ ആന്റിയൊക്കെ ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി വളരെ ഓടുന്നവരാ. ഹല്ലേലൂയ. എന്താണ് ഒരു ആശ്വാസ വാക്കുകൊണ്ട് ഹല്ലേലൂയ പലരെയും ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, ഒരു മോട്ടിവേഷൻ കൊടുക്കുവാൻ, അവരെ മരണത്തിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്നൊക്കെ കൈ പിടിച്ച് കർത്താവിലേക്ക് നടത്തുവാനുള്ളവരാ. ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു വാക്കായിരിക്കാം ഹല്ലേലൂയ ചിലപ്പോൾ ഹല്ലേലൂയ അനേകരെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത്, അവരെ തകർന്ന അനുഭവത്തിൽ നിന്ന് അവരെ തിരിച്ചു പിടിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ആ ഒരു വാക്ക് കേട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ചിലപ്പോൾ ഹല്ലേലൂയ തങ്ങളുടെ ജീവിതത്തെ തന്നെ ഹല്ലേലൂയ നശിപ്പിക്കുമായിരുന്നു. അതല്ല എങ്കിൽ ഹല്ലേലൂയ ആ ഒരു വാക്ക് നാം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവർ അനുഭവിക്കുവാൻ പോകുന്ന ഹല്ലേലൂയ വലിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഹല്ലേലൂയ അവർ എന്നേക്കുമായി അതിൽ കൂടെ അവർ ഹല്ലേലൂയ കടന്നുപോയിട്ട് ഹല്ലേലൂയ അവരുടെ ബുദ്ധി വന്നിച്ച് അല്ലെങ്കിൽ ബുദ്ധിമണ്ഡലങ്ങൾ ഹല്ലേലൂയ മറിഞ്ഞു പോയിട്ട് അവർ മറ്റൊരാളായി മാറിയേക്കാം. എന്നാൽ നമ്മുടെ ഒരു വാക്കാണ് ഹല്ലേലൂയ കർത്താവിൽ അവർ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. അത് എങ്ങനെയാ? അവനെ കൈക്കൊണ്ട് ഹല്ലേലൂയ അവനെ കൈക്കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? നാം അവനെ കുറിച്ച് പ്രസ്താവിക്കണം, അവനെ പറയണം, അവനെ അറിയിക്കണം, അവനെ പ്രസംഗിക്കണം. ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ. ഹല്ലേലൂയ. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഹല്ലേലൂയ സന്തോഷമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് അതില് ഹല്ലേലൂയ വേറെ ആരുടെ മുഖത്ത് നോക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിനെ അറിഞ്ഞാൽ, അവനെ മനസ്സിലാക്കിയാൽ, അവനെ സ്വീകരിക്കുവാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്കിവിടെ പറയുവാൻ അറിയാൻ സാധിക്കുന്നത്. ഈ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം തന്നെ സ്തോത്രം 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്.
ഹല്ലേലൂയ. അത് എങ്ങനെയാന്ന് നോക്കാം. 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവ. ഹല്ലേലൂയ. ഇങ്ങനെയാണ്. സ്തോത്രം 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 സ്തോത്രം. ഇങ്ങനെയാണ്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ വചനമൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് വരണം. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ പലരും സ്തോത്രം ജീവൻ അറ്റവരെ പോലെയാ. ഹല്ലേലൂയ. ജീവൻ ഇല്ലാത്തവരെ പോലെയാ ചിലരുടെ എല്ലാ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്തിന് ജീവിച്ചിരിക്കുന്നു എന്നോ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന അതേ അനുഭവത്തിൽ കൂടി ജീവിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുവട്ടത്ത്. ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നമുക്കൊരു വാക്കുകൊണ്ട് അവരെ ബലപ്പെടുത്തുവാൻ കഴിയട്ടെ. എന്നെ കേൾക്കുന്നവർ ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഇതേപോലെ ജീവനറ്റ അവസ്ഥയിലാണോ, പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിലാണോ, തകർന്നുപോയ അവസ്ഥയിലാണോ, ഇനി മുമ്പോട്ട് എങ്ങനെയെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണോ, രാത്രിയിൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുക. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. യേശു ക്രിസ്തു സകലരെയും സ്നേഹിക്കുന്നു, സകലരെയും കരുതുന്നു, സകലരെയും ഹല്ലേലൂയ പരിപാലിക്കുന്നു, സ്നേഹിക്കുന്നു, കൈക്കൊള്ളുന്നു. ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ അതിലേക്ക് വരുവാൻ ഞാൻ ഹല്ലേലൂയ രാത്രിയിൽ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. രക്ഷിക്കുന്നവൻ, സകല പാപങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് ഹല്ലേലൂയ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ ഹല്ലേലൂയ കൈ പിടിച്ച് കയറ്റുന്നവൻ, നരകശിക്ഷയിൽ നിന്ന് ഹല്ലേലൂയ നിത്യരാജ്യത്തിലേക്ക് നമ്മെ കൈ പിടിച്ചുയർത്തുന്നവനാണ് രക്ഷിതാവ് എന്ന് പറയുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലുള്ള ജീവൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിലുള്ള ജീവൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ നിത്യജീവനാണ്. സ്തോത്രം. ഹല്ലേലൂയ നിത്യജീവനാണ്. നാം ഒരിക്കലും നശിച്ചു പോകുന്നില്ല. നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകുന്നില്ല, നാശത്തിലേക്ക് പോകുന്നില്ല. നാം നിത്യജീവനിലേക്ക് കടക്കുന്ന ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ക്രിസ്തു എന്ന് നിങ്ങൾ അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്തോത്രം ആ സാക്ഷ്യം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആ ജീവൻ, അത് തന്നെ ജീവൻ, യേശുവിന്റെ നാമത്തിലുള്ള ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ വചനം വായിക്കുന്നവർ ആരെങ്കിലും ഹല്ലേലൂയ എന്നെ കേൾക്കുന്നവർ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? ഇത് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ അവന്റെ നാമത്തിലുള്ള ജീവൻ നിങ്ങൾ പ്രാപിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം, അനുഭവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഈ വചനമൊക്കെയും എഴുതി വെച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പലരെയും സ്തോത്രം വചനം വായിക്കാൻ ഉത്സാഹിപ്പിക്കുമ്പോൾ അവരോട് പറയുന്ന കാര്യം ഇതാ. ഹല്ലേലൂയ. എന്താ? യോഹന്നാന്റെ സുവിശേഷം മുതൽ വായിച്ചു തുടങ്ങണം. അല്ലെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് നിത്യജീവന്റെ വചനമുണ്ട്. ഹല്ലേലൂയ. ബാക്കിയൊന്നിലും ഇല്ലെന്നല്ല, ഇത് നമുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഹല്ലേലൂയ ആദ്യമായിട്ട് വായിക്കുന്നവർക്കും വേഗത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വ്യക്തമാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം വായിക്കാൻ പറയും. ഇത് എന്തിനാ എഴുതുന്നത്? ഹല്ലേലൂയ. എന്തിനാ എഴുതിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ നിങ്ങൾക്ക് ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. യേശു ദൈവപുത്രനാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. അവൻ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അവൻ സാക്ഷാൽ സർവശക്തനായ ദൈവമായി ഭൂമിയിലേക്ക് അവതരിച്ചു. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ അവന്റെ നാമത്തിലുള്ള ജീവൻ, ഹല്ലേലൂയ അവനെ വിശ്വസിക്കുമ്പോൾ അവന്റെ നാമത്തിലുള്ള നിത്യജീവൻ നമ്മൾക്ക് ഹല്ലേലൂയ തരുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുവാൻ വേണ്ടിയാണ് ഹല്ലേലൂയ ഇത് പറയുന്നത്, ഇത് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് വായിക്കുന്നത്, ഹല്ലേലൂയ ഇത് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പ്രസംഗിക്കാതിരുന്നാൽ ആരെങ്കിലും കേൾക്കുമോ?
ആരെങ്കിലും അറിയുമോ? ഹല്ലേലൂയ, പ്രസംഗിക്കണം. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾ പറയണം. കാരണം അനേകർ തകർന്നുകൊണ്ടിരിക്കുക. മേടകൾക്കുള്ളിൽ ഹല്ലേലൂയ, കൊട്ടാര സമാനമായ കെട്ടിടങ്ങൾക്കുള്ളിൽ ആത്മഹത്യ നടക്കുന്നു. ഹല്ലേലൂയ, ഒന്നുമില്ലാഞ്ഞിട്ടാണോ? ജോലിയിൽ ഇരിക്കുന്നവർ, സർക്കാർ ജോലിയുള്ളവർ, കോടിക്കണക്കിന് ആസ്തിയുള്ളവർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? പണമില്ലാഞ്ഞിട്ടാണോ? അല്ല, അവരും ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ഹല്ലേലൂയ, അവർക്ക് ദൈവമില്ല. ദൈവം ആരെന്ന് അവർ അറിയുന്നില്ല. അവരെ രക്ഷിക്കുന്നവൻ, അവരെ സമാധാനിപ്പിക്കുന്ന ദൈവം ആരെന്നവർ മനസ്സിലാക്കാത്തത് കൊണ്ട്. ഹല്ലേലൂയ, രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരാളെ മോട്ടിവേഷൻ ചെയ്ത് യേശുവിലേക്ക് അവരുടെ മനസ്സൊന്ന് ഉയർത്തുവാൻ കഴിഞ്ഞാൽ അവർ ജീവൻ പ്രാപിക്കും, അവർ നിത്യജീവൻ പ്രാപിക്കും, അവർ ചൈതന്യം പ്രാപിക്കും, അവർ രക്ഷപ്പെടും, അവർ നശിച്ചു പോകത്തില്ല. അവർ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ തക്കോണമിടയായി തീരും. ഹല്ലേലൂയ, കർത്താവിനെ അവർ സ്നേഹിക്കുവാൻ തുടങ്ങും. കർത്താവ് സ്നേഹവാനാണല്ലേ. നമ്മുടെ കർത്താവ് സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടോ? സകല മനുഷ്യർക്കും വേണ്ടി. ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ മറ്റൊരു വചനം വായിക്കാം. അപ്പൊ യേശു ക്രിസ്തു സകല മനുഷ്യന്റെയും രക്ഷകനാണ്. അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. ഹല്ലേലൂയ, ആ ക്രിസ്തു എന്ന് രക്ഷിതാവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് രക്ഷയും ജീവനും നിങ്ങൾ പ്രാപിക്കേണ്ടതിനുമാണ് ഈ വചനം എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് അതിന്റെ അവസാന ഭാഗത്തായിട്ട് നാം വായിച്ചത്. പിന്നെ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം, സ്തോത്രം, 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 8 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ആട്ടിൻകൂട്ടങ്ങളെ കാവൽ കിടന്ന ഇടയന്മാരുടെ അനുഭവമാണ് ഇവിടെ കാണുന്നത്. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, അവിടെ പറഞ്ഞത് എന്താ? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നാം ആദ്യം വായിച്ച വാക്യത്തിൽ നാം പറഞ്ഞല്ലോ, ക്രിസ്തു, യേശു, ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് ആ ക്രിസ്തുവിലുള്ള ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജീവൻ നിങ്ങൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ഇവിടെ പറയുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഹല്ലേലൂയ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് ദൂതന്മാർ ആട്ടിടയന്മാരോട് പറയുക. ഹല്ലേലൂയ, ആകാശത്ത് നിന്ന് ഹല്ലേലൂയ വെളിച്ചം ചുറ്റുമിന്നിയപ്പോൾ ഇവര് ഭയപരവശരായി തീർന്നു. ഹല്ലേലൂയ, പെട്ടെന്ന് ഇടയന്മാരില്ലേ, ഹല്ലേലൂയ, ആടുകളുടെ കൂട്ടത്തിൽ മാത്രം ഇങ്ങനെ ഓരോരോ ദേശങ്ങൾ ചുറ്റി നടക്കുന്ന ഇടയന്മാരില്ലേ, അല്പസ്വല്പം അറിവും വിദ്യാഭ്യാസവും വലിയതായിട്ടൊന്നും ഇല്ലാത്തവർ, സാധാരണ മനുഷ്യർ, അവർ ഭയപ്പെട്ടുപോയി. അപ്പോൾ ദൂതൻ പറയുക, നിങ്ങൾ ഭയപ്പെടേണ്ട, സകല ജനത്തിനും സർവ്വജനത്തിനും. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി കേൾക്കുക. സർവ്വജനത്തിനും ഉണ്ടാകുവാൻ, ഈ ഭൂമിയിൽ ജനിക്കാത്തതും ജനിച്ചതും മരിച്ചതും ഹല്ലേലൂയ ഇനി ഹല്ലേലൂയ ഉണ്ടാകുവാൻ ഉള്ളവർക്കെല്ലാം മനുഷ്യനാണോ സർവ്വജനത്തിനും വേണ്ടി ഹല്ലേലൂയ ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. ചെറിയ സന്തോഷമല്ല, മഹാസന്തോഷം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് സുവിശേഷിക്കാം, ഞാൻ നിങ്ങളോട് അറിയിക്കാം. അതെന്താണെന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ജനിച്ചിരിക്കുക. അത് അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ എന്ന് ദൂതൻ ഹല്ലേലൂയ ആ സാധു ജനങ്ങളോട് അറിയിക്കുവാൻ ഇടയായി തീർന്നു. വളരെ ഹല്ലേലൂയ, സ്തോത്രം, സന്തോഷവാന്മാരായി അവർ എന്ത് ചെയ്തു? നേരെ ഹല്ലേലൂയ പുറപ്പെട്ടു. ഹല്ലേലൂയ, അവർ പോയി ശിശുവിനെ കണ്ടു, വണങ്ങി, നമസ്കരിച്ചു. ഹല്ലേലൂയ, അങ്ങനെയാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. പിന്നെ ഹല്ലേലൂയ, അപ്പൊ സകല ജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷമാണ് യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിക്കുക എന്ന് പറയുന്നത്. അല്ലേ, പിന്നീട് ജനിച്ചിട്ടോ ഹല്ലേലൂയ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുക. ഹല്ലേലൂയ, എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ
ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു, സകല മനുഷ്യർക്കും വേണ്ടി ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, യേശുക്രിസ്തുവിന്റെ ജനനം. ഇവിടെ പറയുന്നു എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു. അവൻ എല്ലാവരും ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് സന്തോഷം തരുവാൻ. അവൻ മരിച്ചതും മഹാസന്തോഷം നമുക്ക് വരുത്തുവാൻ വേണ്ടി. നമ്മുടെ പ്രാണൻ ഹല്ലേലൂയ നരകത്തിൽ പോകാതെ, നാശത്തിൽ പോകാതെ, ഹല്ലേലൂയ ജീവൻ നഷ്ടപ്പെട്ടവരായി ഹല്ലേലൂയ നശിച്ചു പോകാതിരിക്കുവാൻ ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ചുകൊണ്ട് അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി അവൻ മരിച്ചു. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ഹല്ലേലൂയ സാധാരണക്കാരുടെ ചിന്തകൾ ഇരിക്കുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? ഒരിക്കലുമല്ല. യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ജനിച്ചു. സകല മനുഷ്യർക്കും സന്തോഷം നൽകുവാൻ അവൻ പൂജാതനായി. ഹല്ലേലൂയ. യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചു. സകല മനുഷ്യനും രക്ഷയൊരുക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു മരിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അവൻ സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം, എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അവൻ സ്തോത്രം, സ്തോത്രം. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതിനൊക്കെ ഈ കാരണഭൂതൻ ദൈവം തന്നെ എന്നാണ് അവിടെ പറയുന്നത്. അവൻ ഹല്ലേലൂയ ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഹല്ലേലൂയ ക്രിസ്തു രക്ഷിതാവാണ്. ഹല്ലേലൂയ. അപ്പൊ രക്ഷിതാവായ ദൈവത്തിൽ ഒരുത്തൻ വിശ്വസിച്ചാൽ അവൻ ക്രിസ്തുവിലാകുകയാ. ഹല്ലേലൂയ. അവൻ വിശ്വസിച്ച് അവൻ വിശ്വസിക്കുകയും അവൻ സ്നാനമേൽക്കുകയും അവൻ ഹല്ലേലൂയ മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കായ്ക്കുകയും ഹല്ലേലൂയ അപ്പോസ്തലന്മാരോട് ചേർന്ന് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുകയും ദൈവമക്കളോട് വേർപെട്ട് ഹല്ലേലൂയ ദൈവമക്കളോട് ചേർന്ന് ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം ഇരുട്ടിനോട് വേർപെട്ട്, ഇരുട്ടിന്റെ കൂട്ടായ്മയോട് വേർപെട്ട് ഹല്ലേലൂയ സകലവിധമാകുന്ന ലോകത്തോടും വേർപെട്ട് ദൈവജനത്തോടുകൂടെ അവൻ വേർപെട്ടിരിക്കുന്നവൻ അവനാണ് ക്രിസ്തുവിലാകുന്നവൻ. ഹല്ലേലൂയ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ. ഹല്ലേലൂയ. അവൻ പുതിയ സൃഷ്ടിയായി തീരുകയാ, ഒരു പുതിയ മനുഷ്യനായി തീരുകയാ. അവൻ പുതിയ മനുഷ്യനായി തീർന്നു കഴിഞ്ഞാലോ പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. അത് അന്ന് തീർന്നു. ക്രിസ്തുവിലായ അന്ന് പഴയതെല്ലാം തീർന്നു. ഹല്ലേലൂയ. ഇനി ഒന്നും അവിടെ പഴയതായിട്ടൊന്നുമില്ല. അവൻ ക്രിസ്തുവിലായി തീർന്നാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ രക്ഷിതാവിലായി തീർന്നാൽ, അവൻ രക്ഷകനിൽ അവനായി തീർന്നാൽ രക്ഷകൻ കൊടുക്കുന്ന സമാധാനവും ജീവനും അവൻ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് സകല മനുഷ്യർക്കും വേണ്ടി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, അവകാശം കൊടുത്തു എന്ന് നമ്മൾ കുറിവാക്യത്തിൽ വായിക്കുന്ന കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഹല്ലേലൂയ. അന്ന് വരെയും നാം ലോകത്തിന്റെ ഇഷ്ടത്തിൽ ലോകത്തോട് കൈകൊടുത്ത് ഇരുട്ടിന്റെ കൂട്ടങ്ങളോട് കൂട്ടായ്മകളോട് കൈകൊടുത്തു പോയി. ഹല്ലേലൂയ. ഈ ലോകക്കാരുടെ ഹല്ലേലൂയ ചിന്തകളും വിചാരങ്ങളും ഒരിക്കലും ഒരു മനുഷ്യനെ നന്നാക്കുവാനല്ല, ഹല്ലേലൂയ ഒരു മനുഷ്യനെയും രക്ഷയിലേക്ക് കൊണ്ടുവരാനല്ല. ലോകക്കാരുടെ ചിന്ത, ലോകത്തിന്റെ ജാതികളെല്ലാം ഹല്ലേലൂയ ഒരു മനുഷ്യനെ എങ്ങനെ കുഴിയിലിറക്കാം, എങ്ങനെ അവനെ നശിപ്പിക്കാം, എങ്ങനെ അവനെ ചതിക്കാം എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ കാര്യത്തിലെങ്കിലും മറ്റൊരാൾ ഹല്ലേലൂയ വിഷമിക്കുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. ചെറിയ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക, ഹല്ലേലൂയ എന്തെങ്കിലും ഒന്ന് തോണ്ടി ഒന്ന് വഴക്കുണ്ടാക്കുക, കാരണമുണ്ടാക്കി വഴക്കുണ്ടാക്കുക, ഹല്ലേലൂയ ആളുകളെ പറഞ്ഞു വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഇനി ഒന്നുമല്ലെങ്കിൽ അവന്റെ ജോലി അങ്ങോട്ട് കളഞ്ഞേക്കാം, ഹല്ലേലൂയ അല്ലെങ്കിൽ അവന്റെ സ്വത്ത് കുറച്ചങ്ങ് പോകട്ടെ, അവർ കുറച്ച് നഷ്ടം വരട്ടെ എന്ന് വിചാരിച്ച് ഒരു പെറ്റി കേസ് ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യുക. ഇങ്ങനെ അനേകരുണ്ട്. ചതിക്കുന്നവർ ചതിക്കുഴിയിൽ വീഴ്ത്തുവാൻ ഒരുപെട്ട് നിൽക്കുന്ന ആയിരങ്ങളുണ്ട്. ഹല്ലേലൂയ. പലരുടെയും ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ അടുക്കൽ പറയുന്നത് കൊണ്ടാട്ടോ എത്ര ധൈര്യമായിട്ട് പറയുന്നത്. ഹല്ലേലൂയ. പാവങ്ങൾ ഹല്ലേലൂയ സാധുക്കളായിരിക്കുന്ന നീതിമാന്മാരായിട്ടുള്ളവർ അതിനകത്തുണ്ട്. അവർ പറയും, അവർ ചതിക്കപ്പെടുമ്പോൾ, അവർ വഞ്ചിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ദൈവമല്ലാതെ ആശ്രയിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അവർ ദൈവസന്നിധിയിൽ വരും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ അടുത്ത് വരും. ഹല്ലേലൂയ. എന്നിട്ട് പറയും, ഇങ്ങനെ സംഭവിച്ചു, നമ്മളതിന് കുറ്റക്കാരല്ല, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഈ ദൈവം നീതിമാനാണ്, അതുകൊണ്ട് നീതിയോടെ എനിക്ക് വേണ്ടി ഒന്ന് വിധിക്കേണ്ടതിന് ഒന്ന് പ്രാർത്ഥിക്കാമോ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കാമോ എന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുവാൻ വിഷയങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ചതിക്കപ്പെട്ടവരുടെ വലിയൊരു കൂട്ടത്തിന്റെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ധൈര്യമായിട്ട് പറയുന്നത്. ലോകക്കാരെന്ന് പറയുന്നത് ഒരു മനുഷ്യനെയും നന്നാക്കുവാനല്ല, എങ്ങനെയെങ്കിലും ഹല്ലേലൂയ അവനെ ഒന്ന് ചതിക്കണം, ഒന്ന് വീഴിക്കണം, അവന്റെ ഒരു ചീത്തപ്പേരുണ്ടാക്കണം, ഒരു കോടതി കേസ് ഉണ്ടാക്കണം, ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം, ഒരു തമ്മിത്തല്ല് ഉണ്ടാക്കണം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു അപമാനം വരുത്തുവാൻ, അപവാദം വരുത്തുവാൻ കാത്തുകെട്ടിയിരിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ.
എന്നാൽ ദൈവത്തിൽ നീ ആശ്രയിക്കുന്ന ദൈവൈതലാണോ, നിനക്കെതിരെ ഒരു ദോഷവും ഒരായുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കെതിരെ ഹല്ലേലൂയ ദൈവജനത്തിന്റെ പ്രാർത്ഥന കോട്ടയ്ക്കകത്തുള്ള ദൈവജനത്തോട് ഇന്ന് രാത്രി പറയുക, ഹല്ലേലൂയ, നിനക്കെതിരെ ഒരു ശത്രുവും ഒരായുധം കൊണ്ടുവന്നാൽ അത് ഫലിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. തക്ക സമയത്ത് നിന്നെ വിടുവിക്കേണ്ടതിന് ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവം എഴുന്നേൽപ്പിക്കും, നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിൽ നിന്ന് നിനക്ക് പരിഹാരം തരുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അവൻ പുതിയ സൃഷ്ടിയായി തീരുക. ക്രിസ്തുവിലായ ഒരുത്തൻ പുതിയ സൃഷ്ടിയായി തീരുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവൻ ദൈവമക്കളുടെ മകനായി തീർന്ന വ്യക്തി ക്രിസ്തുവിലാകുകയാണ്. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയതെല്ലാം കളയുക, പഴയതൊന്നും ഓർക്കണ്ട, അതെല്ലാം കർത്താവ് എടുത്തു മാറ്റി ഇതിനെ പുതിയ വ്യക്തിയാക്കി തീർക്കും. ഹല്ലേലൂയ. സമാധാന പ്രഭുവായ യേശു ക്രിസ്തു, സ്നേഹ ഹല്ലേലൂയ സ്വരൂപനായ യേശു കർത്താവ് നമ്മെ സ്നേഹിക്കുകയും സമാധാനം തന്ന് സന്തോഷത്തോടെ കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും നടത്തുകയും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. പിന്നെയോ ഇനി ഒരു കാര്യം കൂടി, ഹല്ലേലൂയ, നമുക്ക് ഉറപ്പിന് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ ഒരു വാക്യവും കൂടി ഞാൻ പറഞ്ഞങ്ങോട്ട് പോകാം. ഹല്ലേലൂയ. അതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. നാം ഇതുവരെയും പറഞ്ഞല്ലോ, ഏത് ജാതിയിൽപ്പെട്ടവരെയും ഏത് മനുഷ്യരെയും യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടോ ഹല്ലേലൂയ അവരെ കർത്താവ് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഈ 10-ാം അധ്യായത്തിലെ ഒരു പ്രതിവാദി വിഷയമാണ് അപ്പോസ്തലനായ പത്രോസ് തുപ്പട്ടിയുടെ ദർശനം കാണുന്നത്. തുപ്പട്ടിയിൽ ലോകത്തിലുള്ള സകല മൃഗങ്ങളും നാൽക്കാലി ഇഴജാതിയും സകലതുമുണ്ട്. ഹല്ലേലൂയ. അത് എല്ലാം കൂടി എടുത്ത് നീ അറുത്ത് തിന്നുക എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ പത്രോസ് പറയുക, സ്തോത്രം ഉണ്ടായിരുന്നത് പറയാം, ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇടജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. സ്വപ്നം കാണുക, തുപ്പട്ടി ദർശനം ദർശനം അഥവാ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുക, ഇതെല്ലാം നീ അറുത്ത് തിന്നോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അന്നേരം പത്രോസ് പറയുക, അയ്യോ, മലിനമായതോ അശുദ്ധമായതോ ഒന്നും ഞാൻ ഒരു നാളും നിന്നിട്ടില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. ഒടുവിൽ കർത്താവ് പറയുക, ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് ഹല്ലേലൂയ വിചാരിക്കരുത്. ഹല്ലേലൂയ. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. ഈ കാര്യം ഒന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടി ദർശനം കൊടുത്തത്. അപ്പൊ ദൈവമാണ് ശുദ്ധീകരിക്കുന്നത്. ഏതു മനുഷ്യന്റെയും അടുത്ത് ഹല്ലേലൂയ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ നിനക്കൊരവസരം കിട്ടിയാൽ നീ ഒരിക്കലും അവര് അങ്ങനെയുള്ളവരല്ലേ, അവർ ആ മതക്കാരല്ലേ ഈ മതക്കാരല്ലേ ഒന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പൈതലേ, നീ ഹല്ലേലൂയ ഒറ്റ കാര്യം, നീ യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സകല മനുഷ്യരെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു വന്നതെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒരു ജാതിയോ മതമോ ഒരു വ്യക്തിയോ കുലമോ ഒന്നും നോക്കണ്ട. അവൻ പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ദരിദ്രനാകട്ടെ, കുപ്പയിലാകട്ടെ, അവൻ ഹല്ലേലൂയ കുപ്പ വെറുക്കുന്നവനാകട്ടെ, ഹല്ലേലൂയ എച്ചില് വെറുക്കുന്നവനാകട്ടെ, ഹല്ലേലൂയ അവൻ പിച്ചക്കാരനാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ നിനക്ക് ഒരു അവസരം, യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ ഒരവസരം നിനക്ക് കിട്ടിയാൽ ഒറ്റ വാക്കിൽ നീ അതവനെ അറിയിച്ചിരിക്കണം. സ്തോത്രം. മലിനമോ അശുദ്ധമോ ഒന്നും നീ വിചാരിക്കുവാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ പത്രോസ് ദർശനപ്രകാരം കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ, പറയേണ്ട ദൈവമക്കൾക്കാർക്കും അത് സ്തോത്രം എല്ലാവർക്കും കാണാപ്പാടമാണ്. ഹല്ലേലൂയ. അതിന്റെ ഒടുവിലായി പത്രോസിനെ കാണിച്ചു കൊടുത്തത് ഹല്ലേലൂയ ജാതിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ നീ പോകണം. ഹല്ലേലൂയ. അവരുടെ അടുത്ത് പോയിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സാക്ഷ്യം പ്രസ്താവിക്കണം. അതിനുവേണ്ടിയാണ് പത്രോസിനോട് ഈ കാര്യം പറഞ്ഞത്. ഹല്ലേലൂയ. പത്രോസ് അപ്പോൾ ഭയപ്പെട്ട് പോകാതിരിക്കരുത്. ഹല്ലേലൂയ. ജാതികളാണ് അല്ലെങ്കിൽ യഹൂദന്മാരല്ലാത്തവരുടെ അടുക്കിലേക്ക് പോകുവാൻ മടി കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദർശനം കൊടുത്തത്. അങ്ങനെ അവൻ അവിടെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് അവരും അവിടെയുള്ള ആളുകളെല്ലാം കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ചെന്നു. സ്തോത്രം. അവിടെ ചെന്നിട്ട് ഈ ദർശനം എല്ലാം പത്രോസിന് മനസ്സിലായി, കാര്യങ്ങൾ ഇതാണ് കാണിച്ചു തന്നെന്ന്. അവിടെ ചെന്നിട്ട് അവരോട് പറയുക, 10-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഭയപ്പെട്ട് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ സ്തോത്രം നീതി പ്രവർത്തിക്കുന്നവൻ ഏത് ജാതിയിൽ പ്പെട്ടവനായിരുന്നാലും കർത്താവ് അവനെ അംഗീകരിക്കുന്നു.
അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവന് വേണ്ടി കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു. ഏതു ജാതിയിൽപ്പെട്ടവരായാലും യേശുക്രിസ്തുവിന് മുഖപക്ഷമില്ല എന്ന് പത്രോസിന് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ പത്രോസ് അവിടെ ചെന്ന് അവരോടത് പറഞ്ഞ് ഹല്ലേലൂയ ആ കാര്യങ്ങളെ വെളിപ്പെടുത്തി അവിടെ വലിയ ദൈവപ്രവൃത്തി കാണുന്ന കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ദൈവവചനം ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. അവിടെ സ്നാനം നടന്നു. ഹല്ലേലൂയ. അവിടെ ആത്മാവിന്റെ അഭിഷേകം പകർന്നു. അവിടെ വലിയ ദൈവപ്രവൃത്തികൾ കാണുന്ന കോണം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം എന്താ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു ഹല്ലേലൂയ ദൈവശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച, ഒരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ അവിടെ കാണുവാൻ തക്കോണം ഇടയായി തീരുന്നു. ഹല്ലേലൂയ. രാത്രിയിൽ എന്നെ കേട്ട പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായോ? ഒരു വ്യക്തിയെങ്കിലും കർത്താവിലേക്ക് നടത്തുന്നു. ഒരു വാക്കുകൊണ്ട് യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. സഹോദരി സഹോദര, ഭാരപ്പെടല്ലേ, ഭയപ്പെടല്ലേ. നിങ്ങളെ പ്രശ്നത്തിന് നിങ്ങളെ വിടുവിക്കാൻ യേശുക്രിസ്തുവിന് കഴിയും. നീ എവിടെയെല്ലാം പോയി ആശ്രയിച്ചിട്ട് നിനക്ക് രക്ഷയില്ലേ? നീ കർത്താവിനെ ഒന്ന് സ്വീകരിക്ക്. ഹല്ലേലൂയ. കർത്താവ് നിന്നെ കാത്തിരിക്കുന്നു എന്നൊന്ന് പറയുവാൻ ഹല്ലേലൂയ നാം മനസ്സ് കാണിക്കണം. മടി കാണിക്കരുത്, മനസ്സ് കാണിക്കണം. ധൈര്യമായിട്ട് ചെയ്യണം. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ ഫോൺ കോളുകളിലൂടെ ഹല്ലേലൂയ അനേകർ ആശ്വാസം പ്രാപിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രത്തോളം ധൈര്യം വരുവാനിടയായി തീർന്നത്. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ആശ്വാസം പ്രാപിക്കട്ടെ. നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട സകല മനുഷ്യർക്ക് വേണ്ടിയും ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവൻ ജീവനോടെ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ കാണുക. അവൻ സ്വർഗാരോഹണം ചെയ്തവനാണ്. അവൻ കുരിശിൽ ഇന്നും കിടക്കുകയല്ല. അതിനെ ജയിച്ചു. കാൽവരിയെ ജയിച്ചു. അവൻ ഹല്ലേലൂയ കല്ലറയെ ജയിച്ചു. അതിനെയെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം തകർത്തുകൊണ്ട് ആ റോമ ഗവൺമെന്റിനെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ ജയാളിയായി ഹല്ലേലൂയ ഉയരങ്ങളിലേക്ക് പറന്നു. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിന്റെ വലത്തു ഭാഗത്ത് ഇന്ന് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതം നോക്കിക്കൊണ്ടിരിക്കുക, നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതവും നമ്മൾ നീതിയോടെയാണോ ഹല്ലേലൂയ കർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് നീതിമാനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നോ? ബുദ്ധിയുള്ളവനായി ജീവിക്കുന്നോ? ദൈവിക ഹല്ലേലൂയ പദ്ധതിயின் കീഴിൽ ജീവിക്കുന്നോ? ദൈവകൃപാവരമുള്ളവനായി ദൈവത്തിന് വേണ്ടി പ്രയോജനം ചെയ്യുന്നവനായി ജീവിക്കുന്നുവോ ഹല്ലേലൂയ എന്ന് നോക്കിക്കൊണ്ട് ഹല്ലേലൂയ അരുമയോടെ ലാളിത്യത്തോടെ തികഞ്ഞ ഹല്ലേലൂയ ദൈവസ്നേഹത്തോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയവനായ ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവനിൽ വിശ്വസിക്കുക ദൈവ പൈതലേ. അല്ലെ നീ അവന്റെ പൈതലായി തീരുക. അവൻ ദൈവമക്കളാകുവാനുള്ള അവകാശവും അധികാരവും നീ പ്രാപിച്ചെടുക്കുക. നീ പിടിച്ചു വാങ്ങിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്നെ അതിനായി ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ.